മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു കേക്ക് ഉണ്ടാക്കിയാലോ? എന്താ കണ്ടാന്ന് അറിയണ്ടേ? വേണ്ട, കരിക്ക് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ആദ്യം കരിക്ക് അടിച്ചെടുക്കാം. എന്നിട്ട് അതിൽ മുട്ടയും കുറച്ച് മൈദപ്പൊടിയും കൂടിയിട്ട് അടിച്ചെടുക്കാം. കണ്ടോ? അടിച്ചെടുത്ത് നമുക്ക് എന്നിട്ട് കേക്ക് ഉണ്ടാക്കാം. കേക്ക് ഉണ്ടാക്കാം. നമുക്കത് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തു. നമുക്ക് ആ കരിക്കും മുട്ടയെല്ലാം കൂടെ അടിച്ചത് ഇതിലേക്ക് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. കരിക്കും മുട്ടയും എല്ലാം കൂടെ അടിച്ചെടുത്തത് കണ്ടോ? എന്നിട്ട് നമുക്ക് ആ മുറിച്ചെടുത്തതില്ലേ അത് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് അങ്ങനെ തന്നെ ആക്കി കൊടുക്കാം. നമ്മുടെ സഹജീവി സ്നേഹികൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തമ്മിൽ ഒരുമയെന്ന് നമ്മുടെ ഉയർപ്പ് കോട്ടയാണ്. അതിനാൽ അതിജീവിക്കുമെന്ന മലയാളിയുടെ ആത്മവിശ്വാസം തന്നെയാണ് അതിൻ്റെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കരിക്കും കൊണ്ട് ഉണ്ടാക്കിയതാണ്. എൻ്റെ ചാനൽ മറന്നു പോണ്ട. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. കണ്ടോ? കേക്ക് കരിക്കും കൊണ്ട് കേക്ക് ഉണ്ടാക്കി കണ്ടോ? നമുക്ക് മുറിച്ചെടുക്കുകയാണെങ്കിൽ മുറിച്ചെടുക്കാം. നമുക്ക് ഉണ്ടോ? കണ്ടോ? കേക്ക് കണ്ടോ? കരിക്ക് കൊണ്ടുണ്ടാക്കിയ കേക്ക് ഉണ്ടോ? എല്ലാവരും ചെയ്തു നോക്കണേ. ചെയ്തു നോക്കണം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. കരിക്കും കൊണ്ട് കേക്ക് ഉണ്ടാക്കിയത് കണ്ടോ? ആരും ഇതുവരെ ഉണ്ടാക്കാത്തൊരു കേക്ക്.
കണ്ട മുന്തിരി കരിക്കും കൊണ്ട് കേക്ക് ഉണ്ടാക്കി. അത് മുറിച്ചെടുക്കുമ്പോൾ കണ്ടോ. എല്ലാവരും ചെയ്തു നോക്കണം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. നമുക്ക് തിന്നു നോക്കിയാലോ? നോക്കാം. ഈ വിപുലമായിട്ടുള്ള പ്രദേശത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഓരോരുത്തരുടെയും പ്രവർത്തനമനുസരിച്ച് നോക്കിക്കോ മോനെ. ഇങ്ങനെ ഉണ്ടെന്ന് പറയണേ. കരിക്കും കൊണ്ട് ഉണ്ടാക്കിയതാ. നല്ല രസം, നല്ല രുചിയുണ്ടോ? കണ്ടോ, കരിക്കും കൊണ്ട് കേക്ക് ഉണ്ടാക്കിയത്. 16 മിനിറ്റ് വേണോ? 16. കണ്ടോ, നല്ല സൂപ്പർ കേക്ക് ഉണ്ടാക്കിയ. കണ്ടോ, എല്ലാരും ചെയ്തു നോക്കണം കേട്ടോ. നല്ല രുചിയുള്ള സാധനം. എൻ്റെ ചാനൽ മറക്കണ്ട. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. കരിക്കും കൊണ്ട് കേക്ക് ഉണ്ടാക്കിയത്. കരിക്ക് ഇതുപോലെ കരിക്കും മുട്ട അരിയെല്ലാം കൂടി ഇതുപോലെ അടിച്ചെടുക്കുക. മുട്ടയും മൈദയും എല്ലാം കൂടി ഇതുപോലെ അടിച്ചെടുത്തിട്ട് നമുക്ക് ഓവനകത്ത് വെച്ച് പുഴുങ്ങി ചുട്ടെടുക്കാം. എന്നിട്ട് അതിൻ്റെ മീതെ പിന്നെയും മുട്ടയും കരിക്കും എല്ലാം കൂടെ വഴറ്റി അതിൽ ചേർക്കുക. ഏലക്കായും മുന്തിരി ഇട്ട് എല്ലാവരും ചെയ്തു നോക്കണേ. എൻ്റെ ചാനൽ മറന്നു പോണ്ട. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പല ഭാഗങ്ങളിൽ
കരിക്ക് ശരീരത്തിന് നല്ലൊരു സാധനമാണ്. ദാഹം, വിശപ്പും ക്ഷീണവും എല്ലാം മാറുന്നതാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ജീവനുടെ മുഴുവനെയും രക്ഷപ്പെടുത്തിയതായി സ്ഥിരീകരിച്ചതോടെ ദുരന്തത്തിന്റെ ആഴവും വ്യാപ്തിയും സർക്കാർ വിലയിരുത്തി തുടങ്ങി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആദ്യം സർവകക്ഷിയുണ്ട് രക്ഷാദൗത്യം ഏകോപിപ്പിക്കാൻ പിന്നീട് മൂന്നാം ദിനത്തിൽ 252 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയും തിരിച്ചറിയാത്ത മൃതശരീരങ്ങൾ സ്ഥലങ്ങൾ കണ്ടെത്തി സംസ്കരിച്ചു. സർക്കാർ ദുരിതബാധിതർക്ക് പണമൊരുക്കി. ഒരു മയമില്ലാത്ത നല്ല ദിവസത്തെ അനുഭവങ്ങൾ അതിൽ വരുത്തുന്ന മാറ്റങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ 6 സോണായി തിരിക്കാൻ തീരുമാനിച്ചത്. 6 സോണിൽ ഒരു സോണായിട്ടുണ്ടായി. കൃത്യമായി ഓരോ സോണിലും ഇത്ര വളണ്ടിയേഴ്സ്, ഇന്ന ഫോഴ്സ് എന്ന നിലയിൽ പ്ലാൻ ചെയ്യാനായി. ആ പ്ലാനിങ്ങിന്റെ ഭാഗമായി സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങൾ പോയി. അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ 7 മണിക്ക് ഇരിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനും ഫോഴ്സസിന്റെ ഹെഡ്സിനും ചില അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായങ്ങൾ കേട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിച്ചു പോകാൻ അത് ഏകോപനത്തിന് ഏറെ സഹായകരമായി. കിലോമീറ്ററുകളോളം നീണ്ട തിരച്ചിലാണ് രക്ഷാപ്രവർത്തകർ നടത്തിയത്. മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും ഒഴുകി വരുന്നതിനാൽ മലപ്പുറം ജയിലിൽ വരെ ശുചീകരണങ്ങൾ പ്രവർത്തനനിരതമായിരുന്നു. 40 കിലോമീറ്ററിൽ ചായങ്ങളുടെ പരിധിയിൽ വരുന്ന 8 പോലീസ് സ്റ്റേഷനിലെ ഭാഗങ്ങളിൽ പോലീസിനെയും നിയമവിദഗ്ധരായ നാട്ടുകാരെയും തിരച്ചിലിനായി സജ്ജരാക്കി. വേണ്ടോ നല്ല മുറിച്ചിട്ട് വെച്ചതാണ്. അത് കണ്ടോ? വേണ്ടോ? എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കാം. ഒരു മായമില്ലാത്ത മുട്ടയും മൈദപ്പൊടി, പഞ്ചസാരയും നെയ്യും എല്ലാം കൂടെ അടിച്ചെടുത്തിട്ട് കരിക്കും എല്ലാം കൂടെ അടിച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മളുണ്ടാക്കുന്ന പാത്രത്തിൽ ഓവനകത്ത് വെച്ച് കൊടുത്താൽ മതി. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ചാനലും മറന്നുകൊണ്ട ചാനൽ കേരളം ബൈ